ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഓൾറെഡി നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ കണ്ടതാണ്. എന്താ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ യു കൺസിഡർ എ ബോഡി, സോ മെനി ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ദ ബോഡി, ദെൻ വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം? For translational equilibrium, net force acting on the body is zero. For example പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇപ്പോൾ എങ്ങനെ പറയാം, ഇതാ ഒരു ബോഡി ഇരിക്കുന്നു, ഇവിടേക്കൊരു ഫോഴ്സ് ഉണ്ട് F1, ഇതാ ഇവിടേക്കൊരു ഫോഴ്സ് ഉണ്ട് F2. If they are equal in magnitude, opposite in direction, what happens? Body is in translational equilibrium. Body may be at rest or moving with uniform velocity. അല്ലേ? ഇനി കുറേ ഫോഴ്സ് ഉണ്ട്, F3 ഉണ്ട്, അതുപോലെ F4 ഉണ്ട്, കുറേ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. ഈ ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് വെക്ടോറിയൽ ആഡ് ചെയ്യണം, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം അല്ലേ? ദെൻ എന്താ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം മീൻസ് ബോഡി മേ ബി അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് വിത്ത് സം യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റിയുടെ വാല്യൂ ഓൾറെഡി ഉണ്ടായിരുന്നത് എന്താണോ അത് മാറാൻ പാടില്ല. ഇനീഷ്യലി 0 ആണെങ്കിൽ 0. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ്. അപ്പോൾ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം വേണം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം വേണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ്. എ റിജിഡ് ബോഡി സെഡ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. എപ്പോ? മെക്കാനിക്കൽ equilibrium. The word is important. Both linear and angular momentum. Linear momentum and angular momentum are not changing with respect to time. Or equivalently, the body has neither linear acceleration or angular acceleration. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം? നെറ്റ് ഫോഴ്സ് ആൻഡ് നെറ്റ് ടോർക്ക് 0. അങ്ങനെ ആയാൽ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് 0, 0, സം അതർ വാല്യൂ ദർ, ദാറ്റ് വാല്യൂ റിമെയിൻസ് സെയിം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവില്ല? നോ ആക്സലറേഷൻ ഫോർ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഇപ്പോൾ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പോരാ, ആംഗുലാർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണോ ആംഗുലാർ വെലോസിറ്റി, ദാറ്റ് ആംഗുലാർ വെലോസിറ്റി റിമെയിൻസ് സെയിം. ഞാൻ പറഞ്ഞു 0 ആണെങ്കിൽ 0 ആയിരിക്കണം. ഇതാ ഇക്വേഷൻ നോക്കൂ. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര എക്സെട്ര Fn. ഇതിന് നമ്മളിങ്ങനെ എഴുതാറുണ്ട് സിഗ്മ. സിമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമ്മേഷൻ്റെ സിമ്പിളാണ് സിഗ്മ. സിഗ്മ I ഈക്വൽ ടു 1 to n, Fi ഈക്വൽ ടു 0. എല്ലാ ഫോഴ്സുകളും കൂടെ വെക്ടോറിയലി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ M ഇൻറ്റു AI എന്തായിരിക്കണം? AI സിഗ്മ M AI എന്തായിരിക്കണം? അത് 0 വരണം. അതുകൊണ്ടാണ് ആക്സലറേഷൻ്റെ വാല്യൂ 0 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഒന്നിലധികം മാസ് ഉണ്ടെങ്കിലേ നമ്മൾ സിസ്റ്റം എന്ന് പറയേണ്ട കാര്യമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ടോർക്കിലോട്ട് വരുമ്പോൾ വെക്ടർ ടോ1 പ്ലസ് ടോ2 പ്ലസ് എക്സെട്ര എക്സെട്ര ടോ n എന്തായിരിക്കണം? 0 ആയിരിക്കണം. വെക്ടോറിയൽ നമ്മൾ പറയുന്നു സിഗ്മ അല്ലെങ്കിൽ സമ്മേഷൻ ഉപയോഗിക്കുന്നു. സിഗ്മ I ഈക്വൽ ടു 1 to n, ടോ I ഈക്വൽ ടു 0. സോ റിമെമ്പർ, ഫോർ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം നെറ്റ് ഫോഴ്സ് ആൻഡ് നെറ്റ് ടോർക്ക് മസ്റ്റ് ബി 0. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ചും പറഞ്ഞു. എന്താ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി? കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ദ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ വെയിറ്റ് ഓഫ് ദ ബോഡി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കൂ, ഒരു ബോഡി എനി ഷേപ്പ് നമ്മൾ അസ്യൂം ചെയ്തു ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ബോഡിയെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മുകളിലോട്ട് ആക്ട് ചെയ്ത ഫോഴ്സാണ് റിയാക്ഷൻ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, എങ്ങനെയാണ് ഈ പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയി മാറുന്നത്?
അതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, യു ഇമാജിൻ ദാറ്റ് എൻറ്റയർ മാസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ 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 മാസസ് ലൈക്ക് ഇതാ നമ്പർ 1, നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6, നമ്പർ 7, നമ്പർ 8, നമ്പർ 9, 10 എക്സെട്ര എക്സെട്ര ith പാർട്ടിക്കിൾ. അങ്ങനെ i പാർട്ടിക്കിൾ കൊണ്ടാണ് ആ മാസ് ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഓരോരുത്തരും ഉണ്ടാക്കുന്ന എന്ത് കാണണം? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് കാണണം. ഇപ്പോൾ ഇതിനകത്ത് 2 പാർട്ടിക്കിൾസ് ആണ് NCERT ബുക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ, ഫസ്റ്റ് വൺ ഇതാ ഇയാൾ, ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r1. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, വാട്ട് ഈസ് ദ ടോർക്ക്? ദ MIG ഇൻറ്റു r1. അപ്പോൾ ഞാൻ τ1 എഴുതി. τ1 ഈക്വൽ ടു നോക്കൂ, τ1 ഈസ് ഈക്വൽ ടു r ക്രോസ് f. അപ്പോൾ r1 ഇൻറ്റു m1g ഇൻറ്റു സൈൻ 90. അപ്പോൾ τ1 ഈക്വൽ ടു r1 ഇൻറ്റു m1g. സൈൻ 91 ആണല്ലോ. എന്തുകൊണ്ടാണ് സൈൻ 90 ആയത്? നിങ്ങൾ നോക്കൂ, ഈ ലൈനും അതുപോലെ വെയിറ്റും തമ്മിലുള്ള ആംഗിൾ, വെയിറ്റ് നേരെ താഴേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ r വെക്ടർ ആൻഡ് ഫോഴ്സ് ഈസ് 90 ഡിഗ്രി. ഇതുപോലെ നിങ്ങൾ τ2 കാണുന്നതായി ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് r2 എന്ന് മാർക്ക് ചെയ്തോളൂ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r2 കേട്ടോ. അങ്ങനെയാണെങ്കിൽ τ2 ഈസ് ഈക്വൽ ടു r2 ഇൻറ്റു m2g. ഈ ഫിഗറിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് m1g ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ സെൻസ് ഓഫ് റൊട്ടേഷൻ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് അല്ലേ വരുന്നത്. അതായത് ഈ മാസ് ഉണ്ടാക്കുന്ന സെൻസ് ഓഫ് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവൻ ഉണ്ടാക്കുന്നത് തിരിച്ചാ ആൻറ്റി ക്ലോക്ക് വൈസാ. അപ്പോൾ ഞാൻ ഇത് ക്ലോക്ക് വൈസ് ആക്കി എടുത്താൽ ഇതെന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇതുപോലെ ദിസ് എൻറ്റയർ മാസ്, വി ക്യാൻ ഇമാജിൻ ദാറ്റ് എൻറ്റയർ മാസ് ഈസ് മെയ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, m1, m2, m3, m4, m5 എക്സെട്ര mi. ഓരോരുത്തരും ഈ പോയിന്റിനെ ബേസ് ചെയ്തുണ്ടാക്കുന്ന ടോർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാം കൂടെ നമ്മൾ വെക്ടോറിയൽ ആഡ് ചെയ്യണം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ്, കമോൺ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ വാട്ട് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? നെറ്റ് ഗ്രാവിറ്റേഷണൽ ടോർക്ക് 0. അതാണ് ഡെഫിനിഷൻ. Point at which net gravitational torque acting on the body is 0. നോക്കൂ അതിൻ്റെ മാത്തമാറ്റിക്സ്. τg is equal, τg means net gravitational torque. τg is equal to sigma τi. τi എന്ന് പറയുമ്പോൾ എന്താ അത്? τi എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓരോരോ പാർട്ടിക്കിളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ടോർക്ക് കണ്ടുപിടിച്ചു. അതെല്ലാം കൂടെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്താ? സിഗ്മ ri ഇൻറ്റു MIG. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ r1ൻ്റെ കണ്ടു, r2ൻ്റെ കണ്ടു, അതുപോലെ r3 r4 എല്ലാം നിങ്ങൾ കാണണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0, കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ ബോഡി ഈസ് കാൾഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ വാട്ട് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ദ പോയിന്റ് അറ്റ് വിച്ച് നെറ്റ് ഗ്രാവിറ്റേഷണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് 0. ക്ലിയർ അല്ലേ? ഇനി സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിൻ്റ് ആയിരിക്കുമോ? മേ ബി, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അത് വെയിറ്റ് ആണ്, m/g ആണ്. അപ്പോൾ ബോഡിയുടെ സൈസ് വളരെ വലുതാണെങ്കിൽ നിങ്ങൾക്കറിയാം ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോപ്പിലിരിക്കുന്ന മാസുകളിലേക്കുള്ള ഗ്രാവിറ്റിയും ബോട്ടത്തിലെ ഗ്രാവിറ്റിയും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മേ ബി എ ഡിഫറെൻറ്റ് പോയിൻറ്റ് കമ്പയർഡ് ടു സെൻറ്റർ ഓഫ് മാസ്. സ്മോൾ സൈസ് ബോഡികളാണെങ്കിൽ വിത്തിൻ ലിമിറ്റഡ് ഹൈറ്റ് ഫ്രം ദ എർത്ത് സർഫസ് വി ക്യാൻ ഇമാജിൻ ലൈക്ക് ദറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ആർ അറ്റ് ദ സെയിം പോയിൻറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് കപ്പിൾ. വാട്ട് ഈസ് കപ്പിൾ? ഇൻ മെക്കാനിക്സ് വാട്ട് ഈസ് കപ്പിൾ? Couple is a pair of equal and opposite forces with the different lines of action is known as couple. ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഓക്കെ, എഫ് രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ, ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഈസ് ഡിഫറൻറ്റ്. ഒരേ ലൈനിലൂടെ അല്ല രണ്ടുപേരും കൂടെ ആക്ട് ചെയ്യുന്നത്. പാരലായിട്ട് വരാം, പക്ഷെ ഒരേ ലൈനിലൂടെ അല്ല.
എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് കപ്പിൾ. ഓർമ്മിച്ച് വെച്ചോളൂ. എ കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഈ ഫിഗറിലോട്ട് വന്നാൽ നിങ്ങൾ നോക്കൂ, ഇതാ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്കൊരു കാര്യം ചെയ്യാം. ആ റോഡ് ഉണ്ടല്ലോ, ഈ റോഡ് ഒരു ബോഡിയാണ്, ഒരു ലൈറ്റ് റോഡാണ്. ആ ലൈറ്റ് റോഡിൻ്റെ വെയിറ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ എഫ് പ്ലസ് മൈനസ് എഫ് പ്ലസ് അല്ലെങ്കിൽ F1 പ്ലസ് F2 ഈക്വൽ ടു 0. F1 പ്ലസ് F2 ഈക്വൽ ടു 0. അതായത് എഫ് മൈനസ് എഫ് ഈസ് ഈക്വൽ ടു 0. എഫ് പ്ലസ് മൈനസ് എഫ് ഈക്വൽ ടു 0. ഒരെണ്ണം പോസിറ്റീവ് ആക്കി എടുത്തു, ഒരെണ്ണം നെഗറ്റീവ് ആക്കി എടുത്തു, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0. ഞാനിവിടെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് വെയിറ്റ് ഓഫ് ദ റോഡ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ബോഡി ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. വാട്ട് ഈസ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം? In translational equilibrium, if this is the position of center of mass, then the velocity of center of mass remains same. 0 ആണെങ്കിൽ throughout 0. If some value there, that remains same. അപ്പം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ, കപ്പിൾ എന്ന് പറയുമ്പോൾ ഫോഴ്സുകൾ ഉണ്ടല്ലോ, 2 ഫോഴ്സുകൾ. ആ ഫോഴ്സുകളുടെ വെക്ടർ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതുകൊണ്ട് ദർ ഈസ് നോ ട്രാൻസ്ലേഷണൽ മോഷൻ. പക്ഷേ ഈ ഫോഴ്സുകളെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയത് കാരണം ദേ വിൽ പ്രൊഡ്യൂസ് ടോർക്ക്. ആ ടോർക്കിനെ പറയുന്ന പേരാണ് കപ്പിൾ. സോ വാട്ട് ഈസ് കപ്പിൾ? കമോൺ, ഇത് എങ്ങനെയാണ് കപ്പിൾ ഉണ്ടാവുന്നത്? ഇയാൾ ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് L/2 ആണെങ്കിൽ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്ത ടോർക്ക് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്ത ടോർക്ക് എഫ് ഇൻറ്റു L/2 ആൻഡ് ഇറ്റ് ഈസ് സി ദ ആരോ മാർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ്. അതേസമയത്ത് ഇയാൾ ഉണ്ടാക്കിയ ടോർക്ക് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് നമുക്ക് L/2 എന്ന് എടുക്കാം. യൂണിഫോം റോഡാണ്, അയാളുടെ മാസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു, അയാളുടെ ലെങ്ത് L/2 ആണ്, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും L/2 ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഉണ്ടാക്കിയ ടോർക്കും എഫ് ഇൻറ്റു L/2. ഡയറക്ഷൻ എവിടേക്കാ? കമോൺ, ഡയറക്ഷൻ എവിടേക്കാ? യെസ്, ഇറ്റ് ഈസ് അഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെയാണെങ്കിൽ ഇത് റിവോൾവ് ചെയ്യുന്നു എബൌട്ട് ദി സെൻറ്റർ. അതുകൊണ്ടാണ് നോക്കൂ, കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷൻ. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു അയാൾ ഉണ്ടാക്കിയത് എഫ് ഇൻറ്റു L/2. ഇതിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസ് പ്ലസ് വീണ്ടും എഫ് ഇൻറ്റു L/2. ഇതെങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ നിങ്ങൾ മൈനസ് സൈൻ ഇടല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ പറയുന്നത് സെൻസ് ഓഫ് റൊട്ടേഷനാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇങ്ങനെ വലിച്ചാൽ റൊട്ടേഷൻ ഇങ്ങനെയല്ലേ വരുന്നത്. അതുപോലെ തന്നെ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചാൽ അപ്പോഴും അതേ സെൻസിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് ടോർക്ക് ആഡ് ചെയ്യുമ്പോൾ 2 കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു L/2 പ്ലസ് എഫ് ഇൻറ്റു L/2, ദാറ്റ് ഈസ് FL എന്ന് വരും ഇവിടെ. FL ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഈ ടോർക്ക് കാരണം എന്ത് സംഭവിക്കും? ഒരു ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഈ ആംഗുലാർ ആക്സിലറേഷൻ കാരണം എന്ത് സംഭവിക്കും? ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ട്. ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അയാൾ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റുമോ? നോ. ഹിയർ ഓൺലി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഇല്ല. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? 2 ടോർക്കും കൂടെ ക്യാൻസലായി പോകണം. ഇവിടെ 2 ടോർക്കും കൂടെ ക്യാൻസലായി പോവല്ല ചെയ്തത്, ഒന്ന് മറ്റൊന്നായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനെ നമ്മൾ പറഞ്ഞ പേരാണ് കപ്പിൾ. സോ റിമെമ്പർ, കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷൻ വിത്തൗട്ട് എനി ട്രാൻസ്ലേഷണൽ മോഷൻ. ക്ലിയർ അല്ലേ? നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. ലിവർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലിവർ എന്താണ് ഐഡിയൽ ലിവർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ഐഡിയൽ ലിവർ മീൻസ് ഇറ്റ്സ് മാസ് ഈസ് നെഗ്ലിജിബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ മാസ് ഈസ് നെഗ്ലിജിബിൾ. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അവൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഫിക്സ്ഡ് പോയിന്റിനെ പറയുന്ന പേരെന്താ? എല്ലാവർക്കും അറിയാം, ഫൾക്രം അല്ലേ? യെസ്. അപ്പോൾ അതാ ഈ ഒരു പോയിന്റ്, ഇതാണ് നമ്മുടെ ഫൾക്രം. ഓക്കെ. ഈ സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ എന്താണ്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, നോട്ട് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, നോട്ട് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. നമുക്ക് എന്ത് വേണം? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വേണം.
together. That is both translational and rotational equilibrium is there. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ പറയട്ടെ. ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഈ ഫിഗറിൽ നിങ്ങൾ നോക്കൂ, അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആർ, റിയാക്ഷൻ ഫോഴ്സ് ഈ ഫൽക്രത്തിനെ ബേസ് ചെയ്ത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് ആണ് ആർ. പ്ലസ് രണ്ട് ഫോഴ്സുകൾ വേറെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ F1 ഡൗൺവേർഡ് F1 പ്ലസ് ദ F2 യെസ് അഗെയിൻ താഴേക്കാണ് പ്ലസ് F2. വെക്ടോറിയലി മൂന്ന് ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. ഫോർ ട്രാൻസ്ലേഷണൽ equilibrium. For translational equilibrium. So what is the condition for translational equilibrium? Net force acting on it must be 0. ഇവിടെ ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇതിൻ്റെ വെയിറ്റ് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ഐഡിയൽ ലിവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം? നെറ്റ് ഫോഴ്സ് ആർ, F1 F2 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. ഈ പ്രോബ്ലത്തിൽ ആറിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടായതുകൊണ്ട് നമുക്ക് പ്ലസ് ആർ എന്ന് ചൂസ് ചെയ്യാം. അപ്വേർഡ് ഡിറക്ഷൻ എല്ലാം പോസിറ്റീവ് ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് F1 മൈനസ് F2 ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് ഇത് രണ്ടും മൈനസ്? രണ്ടും താഴേക്കാക്കി. നമ്മൾ വെക്ടർ ഒഴിവാക്കി എന്ത് കൊടുത്തു? സൈൻ കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു F1 പ്ലസ് F2 എന്ന് കിട്ടും. This is the condition for translational equilibrium. R equal to F1 plus F2. അതായത് നെറ്റ് അപ്വേർഡ് ഫോഴ്സും നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ ലിവറിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യില്ല? ആക്സലറേറ്റ് ചെയ്യില്ല. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ 0. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ 0 ആണെങ്കിൽ 0, സം വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ തന്നെ നിൽക്കും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് ഇതിൻ്റെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലേക്ക് പോകാം. അപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ ആർ ഈക്വൽ ടു F1 പ്ലസ് F2. ഓക്കെ, ദെൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, നെറ്റ് ടോർക്ക് 0 വരണ്ടേ? അപ്പോൾ നോക്കൂ, ഇയാൾ ഉണ്ടാക്കുന്ന ടോർക്ക് എത്രയാണ്? about O, that is about fulcrum. About O എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ് കേട്ടോ, ഈ പോയിന്റ് O. What is torque due to the reaction force? Torque due to R, reaction force. ഈ പോയിന്റിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ ഈ ഫോഴ്സ് ഉണ്ടാക്കിയ ടോർക്ക് പറയുമ്പോൾ അത് 0 അല്ലേ വരിക? എന്തുകൊണ്ടാണ് 0? ആ പോയിന്റിനെ ബേസ് ചെയ്തല്ലേ നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ ടോർക്ക് ഡ്യൂ ടു നമുക്ക് F1 എടുക്കാം. F1 ടോർക്ക് ഡ്യൂ ടു F1 എന്ന് പറയുമ്പോൾ ഇതാ ഈ പോയിന്റിനെ ബേസ് ചെയ്തുള്ള ടോർക്കാണ് നമ്മൾ പറയുന്നത്. ഏത് പോയിന്റ് വേണമെങ്കിൽ എടുക്കാം, ഞാനിവിടെ ഫൾക്രം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് അയാൾ ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുമ്പോൾ F1 ഇൻറ്റു D1 ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശരിക്ക് R1 ക്രോസ് എന്താ വരിക? വെക്ടോറിയലി പറയുമ്പോൾ R1 ക്രോസ് F എന്നാണ് വരുന്നത്. F1. അപ്പോൾ ടോ F1 എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, R1 ഇൻറ്റു F1 ഇൻറ്റു സൈൻ 90. എന്തുകൊണ്ടാണ് സൈൻ 90? F1ഉം D1ഉം തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഇവിടെ R1 പകരം D1 ആണ് കേട്ടോ, D1. അപ്പോൾ ടോ ഡ്യൂ ടു F1 ഈക്വൽ ടു D1 F1 ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1 0. ഇനി ടോർക്ക് ഡ്യൂ ടു F2 കാണും. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഫൽക്രത്തിനെ ബേസ് ചെയ്ത് F1 ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് താഴേക്ക് പോരുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി നമുക്കത് അവിടേക്ക് പോകാം. ടോർക്ക് ഡ്യൂ ടു F2ലേക്ക് പോകാം. F2 ഉണ്ടാക്കുന്ന ടോർക്ക് എന്തായിരിക്കും? F2 ടോ2 എന്ന് എഴുതാം. ടോ2 ഈസ് ഈക്വൽ ടു R2 ക്രോസ് F2 എന്ന് എഴുതാം. R2 ക്രോസ് F2 ഓർ ടോർക്ക് 2 ഈസ് ഈക്വൽ ടു R2 F2 അഗെയിൻ സൈൻ 90 തന്നെ. എന്തുകൊണ്ടാണ് സൈൻ 90? ഇതാ F2ഉം D2ഉം തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ടോ2 ഈസ് ഈക്വൽ ടു D2 F2. ഓക്കെ, D2 F2 ഇക്വേഷൻ നമ്പർ 3. ഞാൻ പറയാം, ഇതിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്?
സെൻസ് ഓഫ് റൊട്ടേഷൻ എവിടേക്കാണ് ആ ടോർക്ക് ഉണ്ടാക്കുന്നത്? D2F2 എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ റൊട്ടേഷൻ ഇങ്ങനെയല്ലേ വരുന്നത്? അതായത് അത് ക്ലോക്ക് വൈസ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. എന്താ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഈ 3 ടോർക്കും τ1 പ്ലസ് τ2 പ്ലസ് τ3 ഈസ് ഈക്വൽ ടു 0 വരണ്ടേ? 3 ടോർക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. τ1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്താൽ നമ്മൾ പറഞ്ഞത് R ഉണ്ടാക്കിയ ടോർക്ക് നമ്മൾ പറഞ്ഞു 0. ഇതാ 0. ദെൻ τ2 എന്ന് പറയുമ്പോൾ D1F1. അങ്ങനെയാണെങ്കിൽ τ2 എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് D2F2 എന്ന് എടുക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് മൈനസ് സൈൻ കൊടുത്തത്? സെൻസ് ഓഫ് റൊട്ടേഷൻ. ഒരെണ്ണം ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആക്കി എടുത്താൽ ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആക്കണം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആക്കിയാൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആക്കണം. തിരിച്ചു കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം D1F1 ഈക്വൽ ടു D2F2. Okay, so here F1 by F2 equal to F1 by F2 is equal to, come on, F1 by F2 is equal to D2 divided by D1. This is the result. Under come on, mechanical equilibrium. What is mechanical equilibrium? Both translational and rotational equilibrium is there. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കും? സിസ്റ്റം റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സിസ്റ്റം റെസ്റ്റിലാണ്, അല്ലെങ്കിൽ ആ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ വിത്ത് യൂണിഫോം ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കുക, എവിടെ F1 എന്ന് പറയുമ്പോൾ ആരാണ്? F1 എന്ന് പറയുമ്പോൾ സേ ലോഡ്. നമ്മൾ നേരത്തെ വരച്ച ആ ഫിഗർ തന്നെ, അതിൽ ലോഡ്, സം വെയിറ്റ് ഈസ് ദർ, ലോഡ് ബൈ F2 എന്ന് പറയുമ്പോൾ ഞാനിതാ ഇവിടെയാണ് F2, ഞാൻ ചെയ്യുന്ന എഫർട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ F1 by F2 റേഷ്യോ ഉണ്ടല്ലോ, ആ F1 by F2 റേഷ്യോനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതുന്നു? ലോഡ് W ബൈ എഫർട്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ലോഡ് ബൈ എഫർട്ട് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, F1 by F2 ഈക്വൽ ടു D2 by D1 ആണല്ലോ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാണ് അതിനെ പറയുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു W by F ഈസ് ഈക്വൽ ടു D2 ഡിവൈഡഡ് ബൈ D1. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാം, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ D1 സ്മോൾ എന്നല്ലേ മീനിങ്? D1 സ്മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഈ ലെങ്ത് കുറവും ആ ലെങ്ത് കൂടുതലും വരുന്നു അല്ലേ? അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ എഫർട്ട് ഉപയോഗിച്ച് വലിയ ലോഡുകളെ ഉയർത്തുന്നു എന്നാണ്. ഓക്കെ, സോ മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. വാട്ട് ഈസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ദ റേഷ്യോ ഓഫ് ലോഡ് ബൈ എഫർട്ട്. ഹിയർ ഇൻ ദിസ് ഫിഗർ ഇറ്റ് ഈസ് D2 by D1. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ തന്നെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, അതുപോലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ യു പ്രാക്ടീസ് സോ മെനി പ്രോബ്ലംസ്. ഇപ്പോൾ NCERT ബുക്കിൽ തന്നെ 2 ബെസ്റ്റ് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് അതിലൂടെ ഫർദർ പ്രോബ്ലംസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ NCERT എക്സാമ്പിൾ നമ്പർ 7.8 നോക്കൂ. എ മെറ്റൽ ബാർ 70 centimeter long, so total length is 70 centimeter, 4 kilogram in mass. അപ്പോൾ ഇവിടെ ആ മെറ്റൽ ബാറിൻ്റെ മാസ് നെഗ്ലിജിബിൾ അല്ല. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ മാസ് നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. ഇവിടെ മാസ് ഉണ്ട്, മാസിൻ്റെ വാല്യൂ 4 kilogram എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാസ് ഓഫ് ദ റോഡ് ഈസ് 4 kilogram. ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് 70 centimeter. Supported on 2 knife edges. The knife edge number 1, knife edge number 2. K1, K2 are 2 knife edges. Place 10 cm from each end. ഈ ഡിസ്റ്റൻസും 10 cm ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും 10 cm ആണ്. പ്രോബ്ലത്തിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്രം ഈച്ച് എൻഡ്. എ 6 kilogram വെയിറ്റ് ഈസ് സസ്പെൻഡഡ്. യെസ്, അഡീഷണൽ ആയിട്ട് ഒരു 6 kilogram വെയിറ്റ് ഇതാ ഇവിടെ ഉണ്ട്.
ഇവിടെ ഒരു 6 കിലോഗ്രാം വെയിറ്റ് നമ്മൾ അഡീഷണലി ആഡ് ചെയ്തിരിക്കുന്നു. 6 കിലോഗ്രാം വെയിറ്റ് ഈ സസ്പെൻഡഡ് അറ്റ് 30 സെൻറ്റിമീറ്റർ ഫ്രം വൺ എൻഡ്. 30 സെൻറ്റിമീറ്റർ ഫ്രം വൺ എൻഡ്. അപ്പോൾ പിന്നെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ. കാരണം ഓൾറെഡി ഇത് എത്രയാണ്? 10 ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 20 ആയിരിക്കും. Find the reactions of knife edges. Assume the bar to be uniform cross section and homogeneous. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇതാ 70 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡ്, അതിൻ്റെ വെയിറ്റ് 4 കിലോഗ്രാം ആണ്. അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് 2 നൈഫ് എഡ്ജസ് ആണ്. ഓൾറെഡി റോഡിനൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് അതിനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്ത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ഒരു 6 കിലോഗ്രാം വെയിറ്റിനെ നമ്മൾ ഇവിടെ ഇതാ ഈ പോയിന്റിൽ നിന്നും ഒരു 6 കിലോഗ്രാം വെയിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയമാണ്. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം? നോക്കൂ, ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സുകൾ 1 by 1 ആയിട്ട് എടുക്കാം. R1 ഉണ്ട്, R1 യെസ്, പ്ലസ് R2. അത് രണ്ടും റിയാക്ഷൻസ് ആണ്. അതായത് നൈഫ് എഡ്ജ് ഓഫർ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് R1ഉം R2ഉം. പ്ലസ് പിന്നെ ആരുണ്ട്? W1 ഉണ്ട്. W1 എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണലായി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന 6 കിലോഗ്രാമിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ W1 എല്ലാം വെക്ടറാണ് കേട്ടോ. റിയാക്ഷനും വെക്ടറാണ്, വെയിറ്റും വെക്ടറാണ്. പ്ലസ് ഒരാൾ കൂടെ ഉണ്ട്, പ്ലസ് W കൂടെ ഉണ്ട്. പ്ലസ് W വരാനുള്ള കാരണം അയാളുടെ വെയിറ്റ്. ഞാൻ പറഞ്ഞു ഈ പ്രോബ്ലത്തിൽ നമ്മൾ റോഡിന് തന്നെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. 4 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെന്ന് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. അതായത് സിഗ്മ F ഈക്വൽ ടു 0 ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. R1 പ്ലസ് R2 മൈനസ് W1 മൈനസ് W ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ പോസിറ്റീവ് ആക്കി എടുത്തത്? ലെറ്റസ് അസ്യൂം അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആക്കി. അതുകൊണ്ടാണ് R1ഉം R2ഉം പോസിറ്റീവാണ്. അതേ സമയത്ത് W1ഉം Wയും എവിടേക്കാണ്? താഴേക്കാണ്. അത് രണ്ടും നമ്മൾ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് കിട്ടുന്നു. R1 പ്ലസ് R2 ഈക്വൽ ടു W1 പ്ലസ് W. ഓക്കെ, ഓർ R1 പ്ലസ് R2 ഈക്വൽ ടു ദ റിലേഷൻഷിപ്പ് ഈസ് W1. W1 എന്ന് പറയുമ്പോൾ ഇയാളുടെ വെയിറ്റ് ആണല്ലോ. ആ വെയിറ്റ് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ 6 കിലോഗ്രാം ആണെന്ന്. അപ്പോൾ 60. എന്തുകൊണ്ടാണ് 60? മാസാണ് തന്നിരിക്കുന്നത്, ഇൻറ്റു ഗ്രാവിറ്റി എടുത്തു, അപ്പോൾ വെയിറ്റ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് 60. പ്ലസ് 4 കിലോഗ്രാം ആണ് ഇയാളുടെ വെയിറ്റ്, റോഡിൻ്റെ വെയിറ്റ്. അപ്പോൾ അങ്ങനെ ഒരു 14 വരും. സോ ടോട്ടൽ R1 പ്ലസ് R2 ഈക്വൽ ടു, നമ്മൾ ഗ്രാവിറ്റിയുടെ വാല്യൂ 10 എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് G10 എടുത്തതുകൊണ്ടാണ് ഇത് 60 ആയത്. 6 × 10, 4 × 10. അപ്പോൾ നമുക്ക് 100 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പായി. R1 പ്ലസ് R2 ദാറ്റ് ഈസ് റിയാക്ഷൻസ് ടുഗദർ. R1 പ്ലസ് R2 ഈസ് 100. അപ്പോൾ ഈ റിലേഷൻ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളൂ. നമുക്ക് R1ഉം R2ഉം വേറെ വേറെ കാണണം, സെപ്പറേറ്റ് ചെയ്ത് കാണണം. R1 പ്ലസ് R2 100 ആണെന്ന് കിട്ടി യൂസിങ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാ, അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്താ റിലേഷൻഷിപ്പ്? യൂസിങ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. ഇത് ഓർമ്മിച്ച് വെക്കണേ കേട്ടോ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. ഇനി നമുക്ക് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലോട്ട് വരാം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയും? നമുക്ക് എ വേണോ, അല്ലെങ്കിൽ ഈ പോയിന്റ് വേണോ, അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് വേണോ, അതോ ജി എന്ന് പറയുന്ന പോയിന്റ് വേണോ, അതോ ഈ പോയിന്റ് വേണോ, അതോ ഈ പോയിന്റ് വേണോ, അതോ വേറെ ഏതെങ്കിലും പോയിന്റ് വേണോ? യു ക്യാൻ ചൂസ് എനി പോയിന്റ്. കാരണം ഏത് പോയിന്റിനെ ബേസ് ചെയ്ത് പറഞ്ഞാലും റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ മോർ കൺവീനിയൻറ്റ് ആ പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയുമ്പോൾ നിങ്ങൾക്ക് 1 എൻഡിനെ ബേസ് ചെയ്ത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയാം. കാരണം 1 എൻഡിനെ ബേസ് ചെയ്ത് പറയുമ്പോഴും ഈ സാധനം റൊട്ടേറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസിന് എന്തായിരുന്നു? മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പോയിന്റിനെ ബേസ് ചെയ്ത് വേണമെങ്കിലും ടോർക്ക് മെൻഷൻ ചെയ്യാം. ഏത് പോയിന്റ് എടുത്താലും നെറ്റ് ടോർക്ക് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ NCERT ബുക്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെ ചൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. NCERT ബുക്കിൽ അവർ പ്രോബ്ലം ഫർദർ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്താണ് ടോർക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു മിസ്കൺസെപ്റ്റ് വരരുത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്ത് മാത്രമേ
ടോർക്ക് പറയാവൂ എന്നുള്ളത് കമ്പൽസറി അല്ല. യു ക്യാൻ ചൂസ് എനി പോയിന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ NCERT ബുക്കിൽ നമ്മൾ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുന്നത് കൊണ്ട് ഞാനും ആ പോയിന്റ് തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എബൌട്ട് ജി ആണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ എബൌട്ട് ജി നെറ്റ് ടോർക്കാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആരുണ്ടാക്കുന്ന ടോർക്ക് പറയാം? R1 ഉണ്ടാക്കിയ ടോർക്ക്. നമുക്കിവിടെ AB, ഇവിടെ PG കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു C, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം D, ഏതെങ്കിലും പേരുകൾ കൊടുക്കുക. CD, എയും ബിയും ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, പിയും ജിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 പോയിന്റുകളൂടെ മാർക്ക് ചെയ്തു. അപ്പോൾ R1 എബൌട്ട് ജി, എബൌട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ ജി എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്ത് R1 ഉണ്ടാക്കുന്ന ടോർക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ R1 ഇൻറ്റു കമോൺ CG, R1 ഇൻറ്റു CG. ഓക്കെ, ഒരെണ്ണം കിട്ടി. ഇത് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കുമോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കുമോ? നിങ്ങൾ പറയൂ. ഈ പോയിന്റിനെ ബേസ് ചെയ്ത് R1 ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്? ഇതാ കാണിച്ചിരിക്കുന്നു. R1 ഉണ്ടാക്കിയ ടോർക്ക് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഹിയർ ക്ലോക്ക് വൈസ്, ഹിയർ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. സോ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ആണല്ലോ, ക്ലോക്ക് വൈസ്. ദെൻ വീണ്ടും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതാ ഈ P എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്ത് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? W1 താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. W1 ഉണ്ടാക്കുന്ന ടോർക്ക് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ഈസ് W1 ഇൻറ്റു PG. PG ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു G. കാരണം ഇതാ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് PG. അതെങ്ങനെയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഈ താഴേക്ക് പിടിച്ച് വലിച്ചാൽ ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? കമോൺ, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി അടുത്ത ടോർക്ക് പറയാം. അടുത്ത ടോർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, അടുത്ത ടോർക്ക് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നൊക്കെ പറയും. നമ്മൾ ഈ ചാപ്റ്ററിനെ എൻഡിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആണ്. സോ W ഇൻറ്റു 0, ആ ടോർക്ക് പോയി. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയിട്ട് R2 ഉണ്ട് അല്ലേ? ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ R2 ഇൻറ്റു ആ ലെങ്ത് നോക്കൂ. ഇതാ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ജിയെ ബേസ് ചെയ്തല്ലേ പറയുന്നത്, ഇത് വരെയുള്ള ദൂരം. ഇപ്പം GD അല്ലേ, ഇൻറ്റു GD. അതെങ്ങോട്ടായിരിക്കും? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? കമോൺ, ജിയെ ബേസ് ചെയ്ത് ഇയാൾ ഇങ്ങനെ വലിച്ചാൽ ഇത് ഇങ്ങനെയല്ലേ കറങ്ങുന്നത് അല്ലേ? അതായത് അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? ഇപ്പോൾ 2 എണ്ണം ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്, ഒരെണ്ണം ക്ലോക്ക് വൈസ് ഉണ്ട്. ഏതാ ക്ലോക്ക് വൈസ്? ദിസ് വൺ പ്രൊഡ്യൂസസ് ക്ലോക്ക് വൈസ് ടോർക്ക്, ദിസ് വൺ പ്രൊഡ്യൂസസ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്, ദിസ് വൺ പ്രൊഡ്യൂസസ് നോ ടോർക്ക്, ലാസ്റ്റ് വൺ പ്രൊഡ്യൂസസ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കുകളെല്ലാം നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ക്ലോക്ക് വൈസ് ടോർക്കുകളെല്ലാം നിങ്ങൾ എന്താക്കി എടുക്കണം? പോസിറ്റീവാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നെറ്റ് ടോർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എബൌട്ട് ജി, നോ ഡൗട്ട് നെറ്റ് ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു ജി ഈസ് 0. നോട്ട് ഓൺലി വിത്ത് റെസ്പെക്ട് ടു ജി, എനി പോയിന്റ് ചൂസ് ചെയ്തോളൂ, നെറ്റ് ടോർക്ക് 0 ആണ്. ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ജിയെ ബേസ് ചെയ്തുള്ള ടോർക്കാണ് ഞാൻ പറയുന്നത്. നോക്കൂ, അപ്പോൾ എങ്ങനെ വരും അറിയോ? നെറ്റ് ടോർക്ക് കമോൺ, R1 ഇൻറ്റു CG. ദാ ഈ ലെങ്ത് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ C മുതൽ G വരെ എത്ര വരും? 25 സെൻറ്റിമീറ്റർ വരും. എന്തുകൊണ്ടാണ് 25 സെൻറ്റിമീറ്റർ? G എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണല്ലോ. ടോട്ടൽ റോഡിൻ്റെ ലെങ്ത് 70 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഒരു എൻഡിൽ നിന്ന് സെൻറ്റർ വരെയുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ 35 അല്ലേ വരിക? അതിൽ ഇത്രയും ലെങ്ത് പോയാൽ ബാക്കി 25 അല്ലേ വരിക? ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് യെസ് ക്ലോക്ക് വൈസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അത് പോസിറ്റീവാക്കി എടുക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കാം. ഒരെണ്ണം പോസിറ്റീവ് എടുക്കുമ്പോൾ മറ്റ് തിരിച്ചുള്ളത് നെഗറ്റീവാക്കി എടുക്കണം. R1 ൻ്റെ 25 മൈനസ് ഇനി വരാൻ പോകുന്ന 2 എണ്ണവും ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പോൾ എത്ര വരും? W1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 60 ആണ്. 60 ഇൻറ്റു PG എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ഇത് വരെയുള്ളത് 30 സെൻറ്റിമീറ്ററാണ്, ഇത് തൊട്ട് ഇത് വരെയുള്ളത് 35. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇൻറ്റു 5. ഓക്കെ, മൈനസ് ഇനി ആരാണ് ബാക്കിയുള്ളത്? അത് അവിടെ R2 ഉണ്ട് അല്ലേ? അപ്പോൾ R2 ഇൻറ്റു ആ ലെങ്ത് എത്ര വരും?
ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ട് ഏത് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ആകെയുള്ള ലെങ്ത് എത്രയാണ്, 35 ആണ്. ആ 35-ൽ എത്ര പോയി, 10 സെൻറ്റിമീറ്റർ പോയി. ബാക്കി എത്രയുള്ളത്, 25 അല്ലേ വരുന്നത്, 25 ഈക്വൽ ടു എന്ത് വരണം, 0. എന്തുകൊണ്ടാണ് ഈക്വൽ ടു 0? 0 വരാനുള്ള കാരണം എന്താ, നെറ്റ് ടോർക്ക് 0 വരണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, 25R1 മൈനസ് 25R2 ഈക്വൽ ടു 60 × 5 300. Okay, so R1 minus R2 is equal to 300/25. 300/25 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നു, 12 അല്ലേ. അപ്പോൾ R1 മൈനസ് R2 ഈക്വൽ ടു നമുക്ക് 12 എന്ന് വരുന്നു. ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ 2 ഇക്വേഷൻസ് ആയി. ഓൾറെഡി നമ്മൾ R1 പ്ലസ് R2 നമ്മൾ 100 ന്യൂട്ടൺ എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കിട്ടി നമുക്ക് R1 മൈനസ് R2 ഈക്വൽ 12 എന്നും കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ്, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നോക്കൂ എന്താ ചെയ്യേണ്ടത്, R1 പ്ലസ് R2 ഈക്വൽ ടു 100, R1 മൈനസ് R2 ഈക്വൽ ടു 12. അപ്പോൾ 2R1 ഈക്വൽ ടു 2R1 ഈസ് ഈക്വൽ 112. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു 56 ന്യൂട്ടൺ. ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 എടുത്താൽ ചെറിയ വ്യത്യാസം വരും കേട്ടോ. അതുപോലെ തന്നെ R2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ 100 ആണല്ലോ. അപ്പോൾ R2 ഈസ് ഈക്വൽ ടു 44 ന്യൂട്ടൺ. അപ്പോൾ ഒരെണ്ണം 56 ന്യൂട്ടനും ഒരെണ്ണം 44 ന്യൂട്ടനാണ് വരിക. അപ്പോൾ ഏത് റിയാക്ഷനാണ് കൂടുതൽ, R1 ആണ് ഗ്രേറ്റർ അല്ലേ. ഈ ഫിഗറിലോട്ട് ഒന്ന് തിരിച്ചു പോകാം നമുക്ക്. ഓക്കെ, R1 56ഉം R2 44ഉം. ഫിഗറിലോട്ടൊന്ന് നോക്കൂ. ഈ R1ഉം R2ഉം ഈക്വൽ ആണോ? അല്ല, 56ഉം 44ഉമാണ്. എന്തുകൊണ്ടാണ് ഈക്വൽ ആവാതിരുന്നത്? ഈക്വൽ ആവാതിരുന്നതിന് കാരണം നോക്കൂ, ഇവിടുന്ന് ഇവിടേക്കും 10 സെൻറ്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇവിടേക്കും 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സിമ്മട്രിക് ആണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് R1 R2 ഈക്വൽ അല്ലാതിരുന്നത്, R1 ഗ്രേറ്റർ ആയത്? നമ്മളിവിടെ ഒരു അഡീഷണൽ മാസ് സസ്പെൻഡ് ചെയ്തതുകൊണ്ട്. W1 എന്ന് പറയുന്ന ഒരു 6 കിലോഗ്രാം മാസിനെ നമ്മൾ അവിടെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് R1 കൂടിപ്പോയത്. സപ്പോസ് നിങ്ങൾ ഈ R1 ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു, അതായത് ഈ R1 നമ്മൾ ഒഴിവാക്കുന്നു, W1 നമ്മൾ ഒഴിവാക്കുന്നു. W1 നമ്മൾ ഒഴിവാക്കിയാൽ ആലോചിച്ച് നോക്കൂ, R1 R2 ഈക്വലി ഡിവൈഡ് ചെയ്ത് വരും. കാരണം എന്ത് മാത്രമേ ഉള്ളൂ, ഇവരുടെ വെയിറ്റ് മാത്രമല്ലേ വരുള്ളൂ, റോഡിൻ്റെ വെയിറ്റ് മാത്രമല്ലേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണോ R1 പ്ലസ് R2 അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകും. R1 R2 ഈക്വൽ ആയിരിക്കും. ഇവിടെ R1 R2 ഈക്വൽ അല്ലാത്തതിന് കാരണം ക്ലിയർ ആണല്ലോ. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇത്തിരി ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ W1 ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ആ W1 ലെഫ്റ്റ് സൈഡിലോട്ട് നീങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ റിയാക്ഷൻ കൂടുതൽ. അപ്പോൾ ഇൻ ദിസ് ഫിഗർ R1 R2 ഈക്വൽ അല്ല, R1 ഈസ് ഗ്രേറ്റർ, R2 ഈസ് ലെസ്. ഇത് 56ഉം ഇത് 44ഉമാണ്. ക്ലിയർ അല്ലേ ചെയ്തത്? അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ആദ്യം നമ്മൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം പറഞ്ഞു, ദെൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറഞ്ഞു. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. NCERT ബുക്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബേസ് ചെയ്ത് പറഞ്ഞത്. യു ക്യാൻ ചൂസ് എനി പോയിന്റ് ഓൺ ദ ബോഡി ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, NCERT ബുക്കിലെ ഒരു ടഫ് പ്രോബ്ലം നമ്മൾ ഇനി ചെയ്യുന്നത്. ടഫൊന്നും അല്ലാടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ടഫെന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നോക്കൂ, 3 meter long ladder. So this is the ladder. Its weight 20 kilogram. So ഇതാ ഇതിൻ്റെ സെൻറ്ററാണ്. താഴേക്ക് ആര് ആക്ട് ചെയ്യുന്നു, വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് എന്ന് പറയുമ്പോൾ 200 ന്യൂട്ടൺ ആയിരിക്കും. 200 ന്യൂട്ടൺ. കാരണം അതിൻ്റെ മാസാണ് പ്രോബ്ലത്തിൽ 20 കിലോഗ്രാം എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയിറ്റ് ഈസ് 20 × 10, 200 ന്യൂട്ടൺ ആണ് വെയിറ്റ് വരുന്നത്. ഓക്കെ, ലെങ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് 3 മീറ്റർ. അങ്ങനെ 3 മീറ്റർ ആണെങ്കിൽ ഇതാ ഈ ലെങ്ത് 1.5 മീറ്റർ ആയിരിക്കും. അതുപോലെ ഈ ലെങ്ത്തും 1.5 മീറ്റർ ആയിരിക്കും. കാരണം സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈക്വൽ അല്ലേ വരിക.
അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഫ്രിക്ഷൻലെസ് വാൾ, അതായത് ഇതിൻ്റെ ടോപ്പ് എൻഡ് ഉണ്ടല്ലോ, ലാഡറിൻ്റെ ടോപ്പ് എൻഡ്, ഈ പോയിന്റിൽ നോ ഫ്രിക്ഷൻ, അതായത് നമ്മുടെ വാൾ ഫ്രിക്ഷൻലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലോർ ഫ്രിക്ഷൻലെസ് ആണോ? ഫ്ലോർ ഒരിക്കലും ഫ്രിക്ഷൻലെസ് ആവാൻ പറ്റില്ല. കാരണം റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടാവണമെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഫീറ്റ് ഉണ്ടല്ലോ, ലാഡറിൻ്റെ ഫീറ്റ്, അതെന്ത് ചെയ്യും? ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോവും. അപ്പോൾ സ്കിഡ് ആവാതെ അതവിടെ നിൽക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അതവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവാനുള്ള പ്രധാന ഒരു കാര്യം ഈ ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഈ എൻഡ് ഉണ്ടല്ലോ, ലോവർ എൻഡ്, ഇങ്ങോട്ടല്ലേ നിരങ്ങുന്നത്. റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ ഇവിടേക്കാണല്ലോ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഈ വരച്ച് വെച്ചിരിക്കുന്നത് ആരെയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ NCERT ബുക്ക് നോക്ക്, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഓരോരോ ഫോഴ്സുകളായിട്ട് പറയാം. ഇതാ F1 എന്ന് പറയുമ്പോൾ ആരാണ്? F1 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഹിയർ F1 ഈസ് ദ റിയാക്ഷൻ ഫോഴ്സ്. റിയാക്ഷൻ ആക്ച്വലി ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കോണ്ടാക്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടേക്ക് തന്നെയാണ്. കാരണം അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും, നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് ആണ് ആര്? നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് ആണ് ആര്? കോണ്ടാക്ട് ഫോഴ്സ്. അവിടെ കോണ്ടാക്ട് ഫോഴ്സ് ആര് തന്നെയാണ്? നോർമൽ റിയാക്ഷൻ തന്നെയാണ്. അതിന് കാരണം അവിടെ ഫ്രിക്ഷൻ ഇല്ല എന്ന് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എവിടേക്കാണ് വരേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ പോയിന്റ് താഴേക്കല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യേണ്ടത് ശരിക്കും അപ്വേർഡ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ്, നോർമൽ റിയാക്ഷന് റിസൾട്ടൻ്റ് ആയിട്ട് ഇവിടേക്കാണ് കോണ്ടാക്ട് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ കോണ്ടാക്ട് ഫോഴ്സ് അവിടെ എടുക്കേണ്ട കാര്യമില്ല. കോണ്ടാക്ട് ഫോഴ്സ് എടുക്കേണ്ട കാര്യമുണ്ട്. ഏത് മാത്രം എടുത്താൽ മതി? നോർമൽ റിയാക്ഷൻ മാത്രം എടുത്താൽ മതി. ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു. എന്താ കാരണം? കാരണം അവിടെ ഫ്രിക്ഷൻ ഇല്ലെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ F1 ഈസ് ദ നോർമൽ റിയാക്ഷൻ ഓർ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞോളൂ. നോ ഇഷ്യൂ. സർഫസിന് ഈ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. റിലേറ്റീവ് മോഷൻ ഇല്ലാത്തത് കാരണം ഫ്രിക്ഷൻ എടുക്കുന്നില്ല. ദെൻ ഇതാരാണ്? അത് അതിൻ്റെ വെയിറ്റ് ആണ്, നോ ഡൗട്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്ത് റോഡിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഇനി ഈ പോയിന്റിലോട്ട് വരും നിങ്ങൾ. ഈ പോയിന്റിലോട്ട് വന്നാൽ ഇതാ നോക്കൂ, ഇതാരാണ്? N എന്ന് പറയുമ്പോൾ ആ കോണ്ടാക്ട് വരുന്ന പോയിന്റിലെ കമോൺ ആരാണ്? നോർമൽ റിയാക്ഷൻ. നമുക്കറിയാം ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏത് ഫ്രിക്ഷനാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കാരണം സിസ്റ്റം മൂവ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടേക്ക് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് അവർ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ F2 എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. F2 ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ്. ഇറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മൾ പറയാറുണ്ടല്ലോ കോണ്ടാക്ട് ഫോഴ്സിന് രണ്ട് കമ്പോണൻറ്റുകളാണെന്നും കോണ്ടാക്ട് ഫോഴ്സിൻ്റെ കമ്പോണൻസ് ആണ് നോർമൽ റിയാക്ഷനും പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സും. ഇവിടെ നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റ് F2 ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ്. അത് നമുക്ക് കാണണം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് F2 കാണാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റുകളാണ് നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സും. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ അല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കാരണം സിസ്റ്റം ഈസ് ഇൻ റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ഇനി നമുക്ക് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം പറയാം. നമുക്ക് രണ്ട് ഡയറക്ഷനായിട്ട് ചൂസ് ചെയ്യാം. X ഡയറക്ഷൻ ആദ്യം പറയാം, ദെൻ Y ഡയറക്ഷൻ പറയാം. കുഴപ്പമില്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം X ഡയറക്ഷൻ പറയാം. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എലോങ് നമുക്ക് X ഡയറക്ഷൻ പറയാം. X ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇങ്ങോട്ടുള്ളത് X എന്നും ഇങ്ങോട്ടുള്ളത് Y എന്നും എടുക്കാം നമുക്ക്. ഓക്കെ, അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ കേട്ടോ. അപ്പോൾ X ഡയറക്ഷനിൽ വരുന്നത് F1 വരുന്നുണ്ട്. F1 മൈനസ് F1 എടുക്കാം. മൈനസ് F1 എന്തുകൊണ്ടാണ് മൈനസ് F1? കാരണം അയാളുടെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എലോങ് X ഡയറക്ഷൻ മൈനസ് F1. ഇനി ആരാളുള്ളത്? ഇതെടുത്തു, നമ്മൾ ഇതെടുത്തു. പിന്നെ ഇത് താഴേക്കാണ്, അത് വേണ്ട. പിന്നെ ഫ്രിക്ഷനുണ്ട് മൈനസ് F. അപ്പോൾ പ്ലസ് F ഈസ് ഈക്വൽ 0. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? F അങ്ങോട്ടല്ലേ നിൽക്കുന്നത്.
അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക് എഫ് മൈനസ് എഫ് വൺ ഈക്വൽ ടു 0. എഫ് മൈനസ് എഫ് വൺ ഈക്വൽ ടു 0. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി, എഫ് ഈസ് ഈക്വൽ ടു ആരാണ്? എഫ് വൺ ആണ്. അതായത് ഇവിടെ വരുന്ന കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ, ആ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ വാല്യൂവും അതുപോലെ ഇവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എഫ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയാൽ എന്താ സംഭവിക്കുക? ആ ഫോഴ്സ് കാരണം ഇതിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും. ഏത് ഡയറക്ഷനിൽ? എക്സ് ഡയറക്ഷനിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്, എഫ് ഈക്വൽ ടു എഫ് വൺ. ദിസ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദിസ് റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ താഴേക്ക് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഡയറക്ഷൻ, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എലോങ് വൈ ഡയറക്ഷൻ പറയാം. വൈ ഡയറക്ഷൻ നമുക്ക് ഡൗൺവേർഡ് ഡിറക്ഷൻ നെഗറ്റീവ് ആക്കാം അല്ലേ? അപ്പം മൈനസ് ഡബ്ല്യു. എന്തുകൊണ്ടാണ് മൈനസ് ഡബ്ല്യു? ഇതാ നോക്കൂ, നിങ്ങൾ വെയിറ്റ് താഴേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പം മൈനസ് ഡബ്ല്യു. മുകളിലോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? നോർമൽ റിയാക്ഷൻ. മൈനസ് എൻ ഈസ് ഈക്വൽ ടു, കമോൺ, മൈനസ് എൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി, എൻ ഈക്വൽ ടു ഒരു കാര്യം കേട്ടോ, മൈനസ് ഡബ്ല്യു എടുക്കാനുള്ള കാരണം അത് താഴേക്ക് ആയതുകൊണ്ടാണ്. നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ആയതുകൊണ്ട് അത് പ്ലസ് എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എൻ ഈക്വൽ ടു ഡബ്ല്യു എന്ന് വരും. അപ്പോൾ ഒരെണ്ണം കിട്ടി, നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ്. അപ്പോൾ 20 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൺ. ഓ, ഒരു കാര്യം കിട്ടി നമുക്ക്, ഈ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ എന്നിൻ്റെ വാല്യൂ ആരോട് ഈക്വൽ ആവണം? ഡബ്ല്യുവിനോട് ഈക്വൽ ആവണം ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എലോങ് വൈ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റുകളൊന്ന് നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഒന്ന്, എഫ് ഈക്വൽ ടു ദാറ്റ് കോണ്ടാക്ട് ഫോഴ്സ് എഫ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു എഫ് വൺ. അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇറ്റ് ഈസ് 200 ന്യൂട്ടൺ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത് യൂസിങ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ദിസ് കോണ്ടാക്ട് ഫോഴ്സ് എഫ് വൺ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇറ്റ് സെൽഫ്. അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ, ഇതാ ഇവിടുന്ന് വരുന്ന നോർമൽ റിയാക്ഷൻ, അതായത് ഈ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ആയ നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ 200. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം കൂടെ എടുത്താലേ നമുക്ക് എന്ത് കാണാൻ കഴിയുള്ളൂ? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ കാണാൻ കഴിയുള്ളൂ, എഫിൻ്റെ വാല്യൂ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയുമ്പോൾ നമ്മൾ ഏത് പോയിന്റ് ചൂസ് ചെയ്യണം? നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. NCERT ബുക്കിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ടേക്കിംഗ് മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സസ് എബൌട്ട് എ എന്ന് പറയുന്ന പോയിന്റ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എ എന്ന് പറയുന്ന പോയിന്റ് തന്നെ ചൂസ് ചെയ്യണോ? നോ നീഡ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. കാരണം എല്ലാ പോയിന്റുകളും റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. ഒരു പോയിന്റ് പോലും എന്ത് ചെയ്തിട്ടില്ല? റൊട്ടേറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഈ പോയിന്റ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമുണ്ട്. കാരണം അവിടെ രണ്ട് ഫോഴ്സുകളുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്, ഒപ്പം നോർമൽ റിയാക്ഷനും ഉണ്ട്. ഇത് പിന്നെ അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് കേട്ടോ, അത് വേറെ ഫോഴ്സായിട്ട് എടുക്കരുത്. അതിൻ്റെ കമ്പോണൻറ്റുകളാണ് നോർമൽ റിയാക്ഷനും എഫും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, എബൌട്ട് എ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എബൌട്ട് ഏത് പോയിന്റാണ് നമ്മൾ പറയുന്നത്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എബൌട്ട് ദ പോയിന്റ് എ. പറയട്ടെ നിങ്ങളോട്. അപ്പോൾ ആദ്യം നമുക്ക് n × 0. എന്തുകൊണ്ടാണ് n × 0? n × 0 നോർമൽ റിയാക്ഷൻ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് തന്നെയല്ലേ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തെന്ന് അസ്യൂം ചെയ്താൽ, അല്ലെങ്കിൽ ടെൻഡൻസി ടു റൊട്ടേറ്റ് എന്ന് അസ്യൂം ചെയ്താൽ അവിടെ എന്ത് 0 ആണ്? പൊസിഷൻ വെക്ടർ 0 ആയി പോയില്ലേ? അപ്പോൾ n × 0 പ്ലസ്. അടുത്ത അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടുണ്ട്, അപ്പോൾ f × 0, ആ ടേം 0 ആയി പോയി. എന്തുകൊണ്ടാണ് ഇത് രണ്ടും 0 ആയത്? കാരണം ആ പോയിന്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ടോർക്ക് എടുത്തത്, അതുകൊണ്ടാണ് 0 ആയി പോയത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നിലധികം ഫോഴ്സ് വരുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പോയിന്റ് ചൂസ് ചെയ്താൽ ആ രണ്ട് ഫോഴ്സുകളെ നമുക്ക് വാനിഷ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലേക്ക് 0 ആക്കി എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ആ പോയിന്റ് NCERT ബുക്കിൽ ചൂസ് ചെയ്തതിനുള്ള കാരണം അതായിരിക്കണം. ഓക്കെ, ഏത് പോയിന്റ് എടുത്താലും ആൻസർ കിട്ടും കേട്ടോ. പ്ലസ് ഇനി നിങ്ങൾ നോക്കൂ, ദ W താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ W ×
ഫോഴ്സ് ഇൻറ്റു നമ്മൾ പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പൊസിഷൻ വെക്ടർ എന്നാണോ? അല്ലല്ലോ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എടുക്കുന്നത്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്തു, ഫോഴ്സ് നേരെ താഴേക്ക് ഇൻറ്റു ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പൊസിഷൻ വെക്ടറിനെ നമ്മളിതാ ഇവിടേക്കും ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു. അപ്പോൾ വെയിറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതാണല്ലോ ആർ പെർപെൻഡിക്കുലർ, ഇതാണല്ലോ ആർ പാരലൽ. അപ്പോൾ ഫോഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെ ഈ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ പാരലൽ കമ്പോണൻ്റ് ആണ്. നമുക്ക് ഏത് മാത്രമേ ആവശ്യമുള്ളൂ? പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് W ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ എന്ന് എഴുതാം. ട്രിഗണോമെട്രി ഉപയോഗിച്ച് നമുക്ക് ആർ പെർപെൻഡിക്കുലർ കാണാൻ കഴിയും. ഓക്കെ, കാരണം ഇത് 3 മീറ്റർ ആണ്, ഇത് 1 മീറ്റർ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഇത് 2√2 ആണ്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? ഈ ലെങ്ത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനി ആരാളുള്ളത്? ഇനിയുള്ള ഫോഴ്സ് ഇപ്പം നമ്മൾ ആരൊക്കെ എടുത്തു? ഈ ഫോഴ്സ് എടുത്തു, ഈ ഫോഴ്സ് എടുത്തു, ഈ ഫോഴ്സ് എടുത്തു. ഇതെടുക്കേണ്ട കാര്യമില്ല, കാരണം അത് അതിൻ്റെ സമ്മാണല്ലോ. ഇനി വരുന്നത് ആരെ? F1 ഉണ്ട്. F1 ഇൻറ്റു കമോൺ F1 ഇൻറ്റു നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. F1 ഇൻറ്റു നോക്ക്, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഫോഴ്സ് F1 ഇതാണ് പൊസിഷൻ വെക്ടർ. ആ പൊസിഷൻ വെക്ടറിനെ ഞാനിതാ പെർപെൻഡിക്കുലറായിട്ടും പാരലലായിട്ടും റിസോൾവ് ചെയ്തു. നിങ്ങൾ നോക്കൂ, ഇതാണ് F1, ഇതാണ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടറിനെ ഞാൻ ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിലേക്കും പെർപെൻഡിക്കുലറായും റിസോൾവ് ചെയ്തു. നമുക്ക് വേണ്ടത് ടോർക്ക് എന്ന് പറയുമ്പോൾ അബൌട്ട് ദിസ് പോയിന്റ് F1 ഇൻറ്റു ദിസ് ലെങ്ത്. സോ F1 ഇൻറ്റു BC ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് 0? റൊട്ടേഷണൽ ഇക്വിലിബ്രിയമാണ്, നെറ്റ് ടോർക്ക് 0. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, W ഇൻറ്റു R1 എന്ന് പറയുന്ന ഫോഴ്സ്, ഈ ഫോഴ്സ് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ ആ റൊട്ടേഷണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് ക്ലോക്ക് വൈസ് ആണല്ലോ. അതേ സമയത്ത് ഈ F1 എന്ന് പറയുന്ന ഫോഴ്സ് അവനെ ഇങ്ങോട്ടാണ് തള്ളുന്നത്, അത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പം നിങ്ങൾ ഇത് പോസിറ്റീവാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഇത് നെഗറ്റീവാക്കി എടുക്കണം. കാരണം വെയിറ്റ് ഉണ്ടാക്കിയ ടോർക്ക് ക്ലോക്ക് വൈസ് ആണെങ്കിൽ എബൌട്ട് ഡിസ് പോയിന്റ്, F1 ഉണ്ടാക്കിയ ടോർക്ക് എബൌട്ട് ഡിസ് പോയിന്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതുകൊണ്ട് ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ മറ്റത് നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം എഴുതാം, W ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ഈക്വൽ ടു F1 ഇൻറ്റു BC. നിങ്ങൾ ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കൂ. ഈ ഡിസ്റ്റൻസും കാണണം, ഇത് ഞാൻ ഓൾറെഡി പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ പറയൂ. W ഈസ് 20 കിലോഗ്രാം ആണ്. ഇപ്പോൾ 200 ന്യൂട്ടൺ ആണ്. 200 ഇൻറ്റു ഈ ആർ പെർപെൻഡിക്കുലറിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇതാകെ 1 മീറ്റർ ആണ്. ഇത് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് 1/2 എന്ന് കിട്ടും. 1/2 ഈക്വൽ ടു F1 എന്ന് പറയുമ്പോൾ അറിയില്ല, കണ്ടുപിടിക്കണം. F1 ഇൻറ്റു 1/2 അവിടെ എത്രയാണ് വരുന്നത്? ഞാൻ പറഞ്ഞു BC എന്ന് പറഞ്ഞ ലെങ്ത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, 2√2 എന്ന് വരുന്നു. ഇപ്പം നമുക്ക് 100 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു 2√2 എന്ന് വരുന്നു. അപ്പോൾ F1 ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വരുന്നു. 100/2√2 എന്ന് പറയുമ്പോൾ 50/√2 എന്ന് വരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് F1ൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം? F1 ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 2/√2 എന്ന് എഴുതാം. അപ്പോൾ ഒരു √2 കൂടെ ക്യാൻസലായി പോകുന്നു. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു നമുക്ക് 25√2 എന്ന് വരുന്നു. 25√2. ഇപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടി കേട്ടോ നമുക്ക്. F1 ഈസ് ഈക്വൽ ടു 25√2. F1 കിട്ടിയാൽ അത് തന്നെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ F ഈസ് ഈക്വൽ ടു ആൾസോ 25√2. ഇതാ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു F1 ഇറ്റ് സെൽഫ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, അത് F1നോട് ഈക്വൽ ആണ്. അപ്പം നമുക്ക് ആൻസറായി, ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടി. നോർമൽ റിയാക്ഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 200. അപ്പോൾ 2 ആയി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നിങ്ങൾ പറയും എന്താ കാണേണ്ടത്? F1 കിട്ടിയോ? യെസ്, 25√2. W നമുക്കറിയാം 200. N നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് 200.
ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ ആരുടെ ഈക്വലാണ്? F1 ഈക്വലാണ്. അപ്പോൾ അതും കിട്ടി. ഇനി നമുക്ക് കോണ്ടാക്ട് ഫോഴ്സ് വേണം. ഏത് കോണ്ടാക്ട് ഫോഴ്സ്? F2 കണ്ടുപിടിക്കണം. F2 കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? F2 ഈക്വൽ ടു നമുക്കറിയാം വെക്ടർ F2 ഈക്വൽ ടു വെക്ടർ നോർമൽ റിയാക്ഷൻ പ്ലസ് വെക്ടർ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നല്ലേ വരേണ്ടത്. കാരണം നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ആണല്ലോ കോണ്ടാക്ട് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ F2 ഈക്വൽ ടു ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് n² പ്ലസ് F² എന്ന് എടുക്കാം. എന്താ കാരണം? നോക്കൂ, നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ F2 ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന റിലേഷൻ റൂട്ട് ഓഫ് 200² പ്ലസ് അല്ലേ എന്നിൻ്റെ വാല്യൂ 200² പ്ലസ് 25 റൂട്ട് 2 ദ ഓൾ സ്ക്വയർ. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യണം. ഇത് NCERT ബുക്കിലുള്ള പ്രോബ്ലം ആണ്. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. ഇവിടെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റിയാക്ഷൻ ആയിട്ട് തന്നെ എടുക്കാം. അതായത് ആ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റിനെ പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തു. ആക്ച്വലി നിങ്ങൾ അതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് പറയേണ്ടത്. ഇവിടെ പിന്നെ കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കണം. നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സും കണ്ടുപിടിച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ? കോണ്ടാക്ട് ഫോഴ്സ് കാണാൻ. ക്ലിയർ ആണല്ലോ. കുറച്ച് ടഫാണെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയ പ്രോബ്ലംസാണ് ഇവിടെ. ഞാൻ 2 ഹോംവർക്ക് തരാം നിങ്ങൾക്ക്. NCERT ബുക്കിലെ എക്സസൈസ് പാർട്ടിൽ കിടക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഹോംവർക്ക്. ഹോംവർക്ക് നമ്പർ 1, നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളത് ആൻസർ കണ്ടുപിടിച്ച് നമ്മുടെ യൂട്യൂബ് ഇതിൽ വീഡിയോ കാണുന്നതിനിടയിൽ താഴെ നിങ്ങൾ ചാറ്റിൽ എന്ത് ചെയ്യണം? ആ ആൻസർ ഇടണം. കഴിഞ്ഞത് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ആകെ ഒരു 10 to 20 സ്റ്റുഡൻസ് മാത്രമാണ് ചെയ്തത്. നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇനി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവസാനം ചെയ്തു തരാം. ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുമ്പോൾ ആ ഹോംവർക്കുകൾ ഞാൻ ചെയ്തു തരാം. പക്ഷേ എന്നാലും നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ. അത് എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ നിങ്ങളെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഉറപ്പായി ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. നിങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളും നമ്മളെ. നമ്മൾ അപ്പം ഗൈഡ് ചെയ്ത് തരും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ചാർജിനെ അറിയിക്കും, എനിക്ക് ഈ പ്രോബ്ലത്തിൽ ഇന്ന സ്റ്റെപ്പ് കിട്ടുന്നില്ല. ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞു തരും. പ്രോബ്ലം സോൾവിങ് സ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് ഈസ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, നോക്കാം. ഇതാ, എ നോൺ യൂണിഫോം ബാർ ഓഫ് വെയ്റ്റ് W is suspended at rest by 2 strings of negligible weight. ദാ സ്ട്രിങ് നമ്പർ 1, ദാ ഇവിടേക്ക് ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു സ്ട്രിങ് ഇവിടേക്കുണ്ട്, ഒരു സ്ട്രിങ് ഇവിടേക്കുണ്ട്. ഇതാണ് മെറ്റൽ റോഡ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? എ മെറ്റൽ ബാർ ഓഫ് വെയ്റ്റ് W. ദാ വെയ്റ്റ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. നോക്ക്, ഇവിടെ വെയ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം എന്താ അറിയോ? ഇറ്റ് ഈസ് നോൺ യൂണിഫോം റോഡ് എന്ന് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോട്ട് യൂണിഫോം റോഡ്. നോൺ യൂണിഫോം റോഡ് ആയതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലോട്ട് നീക്കി മാർക്ക് ചെയ്തിരിക്കുന്നത്. യൂണിഫോം റോഡ് ആയിരുന്നെങ്കിൽ കറക്റ്റ് മിഡ് പോയിന്റിൽ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ റോഡ് നോൺ യൂണിഫോം റോഡാണ്. പിന്നെ 2 സ്ട്രിങ്ങുകളുടെ വെയിറ്റ് നെഗ്ലക്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആംഗിൾ മെയ്ഡ് ബൈ ദ സ്ട്രിങ് വിത്ത് വെർട്ടിക്കൽ ആർ 36.9. ഇത് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. 36.9 ആൻഡ് 53.1. 53.1. ദ ബാർ ഈസ് 2 meter ലോങ്. ടോട്ടൽ ലെങ്ത് 2 meter തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് D ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബാർ ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. യെസ്, അവർ മാർക്ക് ചെയ്തിരിക്കുന്നു ഈ പോയിന്റിലാണത്രേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഈ ലെഫ്റ്റ് സൈഡ് ഇത്തിരി ഹെവിയും റൈറ്റ് സൈഡിലോട്ട് പോകുന്നതും അത് ലൈറ്റർ ആയതുകൊണ്ടായിരിക്കണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സെൻറ്ററിൽ മാർക്ക് ചെയ്യുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ യൂണിഫോം റോഡാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ W, വെയ്റ്റ് W ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇവിടെ എക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ നിങ്ങൾ T1 എന്ന് മാർക്ക് ചെയ്യണം. ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ നിങ്ങൾ T2 എന്ന് മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ F1 F2 എന്ന് മാർക്ക് ചെയ്തോളൂ. ഈ T1 നമുക്കിതാ ഇവിടേക്കും ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യാം. അതുപോലെ തന്നെ T2 ഞാൻ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ 36.9 ആയതുകൊണ്ട് ഈ ആംഗിളും അതേ ആംഗിൾ തന്നെയല്ലേ വരുന്നത്? 36.9 തന്നെയല്ലേ വരുന്നത്? അപ്പോൾ ഇതാരാ? ഈ മുകളിലോട്ടുള്ളത് T1 cos 36.9. അപ്പോൾ ഇതാരാ? T1 sin 36.9. ഇങ്ങോട്ടുള്ളതേ. അതുപോലെ തന്നെ ഇത് T2 ആണ്. ഈ ആംഗിൾ 53.1 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാരാ? T2 cos 53.1. ഇതോ T2 sin 53.1 ഡിഗ്രി. ഫിഗർ ക്ലിയർ ആയില്ലേ?
ഇനി ഈ റോഡിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ റോഡിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സുകൾ ഏതാ? നമുക്ക് എക്സും വൈ ഇങ്ങനെ ചൂസ് ചെയ്യാം. ഇവിടേക്ക് എക്സ് എന്നും ഇവിടേക്ക് വൈ എന്നും ചൂസ് ചെയ്താൽ നിങ്ങൾ നോക്കൂ, ഇങ്ങോട്ട് ആക്ട് ചെയ്ത ഫോഴ്സ് T2 സൈൻ 53.1 ഡിഗ്രി, ഇങ്ങോട്ട് T1 സൈൻ 36.9. ഒരു കാര്യം മസ്റ്റാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇക്വിലിബ്രിയം വേണമെങ്കിൽ, ട്രാൻസ്ലേഷണൽ പ്ലസ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം വേണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? T2 സൈൻ 53.1 ഡിഗ്രി മസ്റ്റ് ബി ഈക്വൽ ടു ദിസ് T1 സൈൻ 36.9. അപ്പോൾ ഇയാളുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വെർട്ടിക്കൽ ഡയറക്ഷൻ പറയുമ്പോൾ ഏതൊക്കെ എടുക്കണം? വെർട്ടിക്കൽ ഡയറക്ഷൻ പറയുമ്പോൾ നോക്കൂ, T1 cos 69 മുകളിലോട്ടുണ്ട്, അതുപോലെ T2 cos 53.1 മുകളിലോട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. രണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നിങ്ങൾ പോസിറ്റീവാക്കി എടുത്തോളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഒരു റിസൾട്ട് കിട്ടും. അത് ആരുമായിട്ട് ബാലൻസ് ആവണം? ഇയാളുടെ വെയിറ്റുമായിട്ട് ബാലൻസ് ആവണം. അതായത് നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ദിസ് പ്ലസ് ദിസ്, നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് W. അപ്പോൾ നിങ്ങൾക്ക് പറയാം ദിസ് പ്ലസ് ദിസ് ഈസ് ഈക്വൽ W. അപ്പോൾ ഒരു ഇക്വേഷൻ പുതിയത് കിട്ടും. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം വെച്ച് സോൾവ് ചെയ്യണം. അപ്പോൾ ഒരു പക്ഷേ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം മാത്രം വെച്ചുകൊണ്ട് പ്രോബ്ലം കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ഇനി റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എടുക്കാം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയുമ്പോൾ നമുക്ക് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയാം. ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയാം. പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ദാ ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ആരുണ്ട്? T1 ഉണ്ട്. ഇവിടേക്കും റിസോൾവ് ചെയ്തു. അതുപോലെ ഇവിടേക്ക് ആരുണ്ട്? T2 ഉണ്ട്. ഈ T2നെയാണല്ലോ നമ്മൾ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യുന്നത്. ഇത് T2 കോസ് θ2, ഇത് T2 സൈൻ θ2, ഇത് അപ്പോൾ ഇത് T1 കോസ് θ1 എടുക്കാം, ഇത് T1 സൈൻ θ1 എന്നെടുക്കാം. ടോർക്കിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നോക്കൂ, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇയാളുണ്ടാക്കിയ ടോർക്ക് ഉണ്ടല്ലോ, T1 സൈൻ θ1 ഉണ്ടാക്കിയ ടോർക്ക് 0. പക്ഷേ ഇയാൾ ടോർക്ക് ഉണ്ടാക്കും T1 cos θ1 ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് D. അയാൾ ടോർക്ക് ഉണ്ടാക്കും. ഡയറക്ഷൻ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഈ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇയാളുണ്ടാക്കിയ ടോർക്ക് 0, ഇയാൾക്ക് ടോർക്ക് ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ കണ്ടുപിടിച്ചു. W ഉണ്ടാക്കിയ ടോർക്ക് 0, കാരണം ആ പോയിന്റിനെ ബേസ് ചെയ്ത ടോർക്ക് എടുക്കുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് W ഉണ്ടാക്കുന്ന ടോർക്ക് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ദെൻ ഈ പോയിന്റിലോട്ട് വരും. ഈ പോയിന്റിൽ ഇതാ നമ്മൾ ടോർക്ക് പറയുന്നത് W ബേസ് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചോളൂ. W ബേസ് ചെയ്ത് പറയുമ്പോൾ അതേ ലൈനിലല്ലേ ആര് വരുന്നത്? T2 സൈൻ θ2 വരുന്നത്. അപ്പം ഈ ഫോഴ്സും ഇവിടേക്കുള്ള പൊസിഷൻ വെക്ടറും പാരലായി വരുന്നത് കാരണം T2 സൈൻ θ2 ടോർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ആരുണ്ടാക്കും? T2 കോസ് θ2 ഉണ്ടാക്കും. അപ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇയാളുണ്ടാക്കിയ ടോർക്ക് T2 കോസ് θ2 ഇൻറ്റു ദിസ് ലെങ്ത്, സേ 2 മൈനസ് D എന്ന് എടുത്തോളൂ. കാരണം ഈ ലെങ്ത് വരുന്നത് 2 മൈനസ് D ആണ്. കാരണം ആകെയുള്ള ലെങ്ത് 2 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് D ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് 2 മൈനസ് D അല്ലേ വരിക. അങ്ങനെ ആ ടോർക്ക് എടുക്കണം. ഇനി ആ രണ്ട് ടോർക്ക്, അതായത് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇയാളുണ്ടാക്കിയ ടോർക്ക്, ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇയാളുണ്ടാക്കിയ ടോർക്ക്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. കാരണം റൊട്ടേഷണൽ ഇക്വിലിബ്രിയം വേണം. അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് T1 T2 കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾക്ക് ഇത് കിട്ടും, ഉറപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മാക്സിമം എഫർട്ട് എടുക്കണം. ജസ്റ്റ് വായിച്ച് വിട്ടാൽ പോരാ, നിങ്ങൾ അതിൻ്റെ മുകളിൽ കടിപിടി കൂടി അതിന് ആൻസർ കണ്ടെത്തിയിരിക്കണം. ഓക്കെ, ദെൻ ഒരു ഹോംവർക്ക് കൂടെ തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾ കണ്ടുപരിചയമുള്ള ഒരു എക്സാമ്പിൾ കൂടെ തരാം. നമ്മുടെ സീസോ ഒക്കെ ഉണ്ട്. വേറൊരു എക്സാമ്പിൾ തരാം. എ കാർ വെയ്സ് 1800 കിലോഗ്രാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആക്സിൽസ് ഈസ് 1.8 മീറ്റർ. അപ്പോൾ ഒരു കാറ് അതിൻ്റെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഫ്രണ്ട് ആക്സിലും ബാക്ക് ആക്സിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.8 മീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? its center of gravity is 1.05 from the front axle. അപ്പോൾ ഇത് ഫ്രണ്ട് ആണ്, ഇത് ബാക്ക് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ആക്സിൽ നിന്ന് ഇവിടെ എവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്? പിന്നെ ടയറുണ്ട്, ടയറിൻ്റെ മുകളിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നത്. ഡിറ്റർമിൻ ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ലെവൽ ഗ്രൗണ്ട് ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ ആൻഡ് ഈച്ച് ബാക്ക് വീൽ. രണ്ടും കാണണം. ലെറ്റസ് അസ്യൂം, എന്ത് അസ്യൂം ചെയ്യണം? ഈ കാറ് ലെവൽ റോഡിലൂടെയാണ് പോകുന്നതെന്നും അതുപോലെ തന്നെ അവിടെ എന്ത് ഇക്വിലിബ്രിയാണ്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. വണ്ടി തലകുത്തി മറിയാനൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ആക്സലറേഷൻ 0 ആണ്, ആംഗുലാർ വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്ത് ബാക്ക് ടയറും ഫ്രണ്ട് ടയറിലും ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ടോർക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് NCERT ബുക്കിലെ എക്സൈസ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്കുകൾ റെഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്. ആ പ്രൊസീജിയർ സെൽഫായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് റൈറ്റ് മെത്തേഡ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് അസിസ്റ്റൻസ് വേണം പ്രോബ്ലം ചെയ്യുമ്പോൾ, ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് അങ്ങ് ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞങ്ങൾ പറഞ്ഞുതരും നിങ്ങൾക്ക് കേട്ടോ. പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടണം മക്കളെ, എന്നാലേ നമുക്ക് എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ഹോംവർക്കും കഴിഞ്ഞ പ്രോബ്ലം പോലെ ആവരുത്. ഈ 2 ഹോംവർക്കും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ ആൻസർ ഇട്ട് തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക്. ആ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.